ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രപഞ്ചം ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ഒരുപാട് ആളുകൾക്കിടയിൽ നിന്നും നിങ്ങളെ ഇപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ മെസ്സേജ് കേൾക്കാൻ വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ സ്പിരിറ്റ്, പ്ലീസ് ഹെൽപ്പ് മീ ടു റീഡ് ദ കാർഡ്സ്. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജസ്, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഡിവൈൻ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കാർഡ്സ് റിവീൽ ചെയ്യാം. 2 of Wands, 7 of Cups and the Sun. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ദ ടെമ്പറൻസ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആക്ച്വലി കുറേ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാര്യം ഗീവ് അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മതിയായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് അതിനുള്ള സമയമായിട്ടില്ല. നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ ക്ഷമ കാണിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് പീരിയഡ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇങ്ങനെ മാറി മാറി നിങ്ങളെ തന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ടാരോ തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനൊരു മാറ്റമുള്ളൊരു സമയമാണ് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ചില പ്ലാനുകൾ, ചില യാത്രകൾ ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നൊരു സമയമായിരിക്കും. നിങ്ങൾക്ക് അബ്രോഡ് ജോലി അങ്ങനെ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ആപ്റ്റ് ആയിട്ടുള്ള സമയമാണ്. അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ, ഒരു പ്ലാൻ, ഒരു ഡിസിഷൻ വരാനൊക്കെ ഉള്ളൊരു സമയമാണ്. നിങ്ങൾ രണ്ടിൽ ഒരു കാര്യം തീരുമാനിക്കുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾക്ക് അതിലേത് തിരഞ്ഞെടുക്കണമെന്ന് പോലും കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ലൈഫിനെ എൻറ്റയർലി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പീരീഡ് ആയിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ക്ഷമ കാണിക്കണം, മുന്നോട്ട് പോവുക ധൈര്യമായിട്ട്. കാരണം നിങ്ങൾക്ക് നല്ല ഒരു സമയം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സോ നിങ്ങളുടെ ഒരു റീബർത്ത് സ്റ്റേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾക്ക് ഒന്നുകൂടി ജീവിക്കാൻ, ഒന്നുകൂടി ജനിച്ച് ജീവിക്കാനുള്ളൊരു അനുവദനീയമായിട്ടുള്ള സമയമാണിനി. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളൊരു കൊച്ചുകുട്ടിയായിട്ട് വീണ്ടും ജനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള സന്തോഷങ്ങൾ, സമാധാനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നൊരു സമയമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ള പല മോശമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മാറി ഒരു പുതിയ എനർജിയിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നൊരു സമയമായിരിക്കും. പ്രത്യേകിച്ച് കരിയറിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നിങ്ങൾ കരിയറിലൊക്കെ ഒരു നല്ല മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പോസിറ്റീവ് സ്പിരിറ്റാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും.